വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവുകോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് OPയിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ നാൽപ്പാമരാതി കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്. പ്രിക്കിലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധയോ കണ്ടാൽ ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റഫൈലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീരവൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില, ലേശം മഞ്ഞൾ ചേർത്തരച്ച് പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിന് ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർവാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ്, ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം, അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ്, തൈര് ചേർത്തരച്ച് പുറമേ തേച്ച് കുളിക്കുക. ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റ ആഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയുമനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ,
തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാങ്കല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൗന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണി മിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്തു പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായു സഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീർ, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജ്ജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്യാദി പാനകം, അതായത് ഗുളൂച്യാദി കഷായ ചൂർണം 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം മുഴുവൻ ഉപയോഗിക്കുക. ശരീരത്തിന് തണുപ്പും ഇപ്പറഞ്ഞ രോഗങ്ങൾ വരാതെയും സാധ്യമാകും. അധികം ചൂടുള്ളവർ എല്ലാ ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ അഭിപത്തി ചൂർണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ്. ഇടയ്ക്കിടെ മുഖം അമർത്തി തുടയ്ക്കുന്നത് ഒഴിവാക്കുക. തല തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കാതിരിക്കുക. ഫംഗൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ വസ്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായ ചർമ്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാരസാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസ് സിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. 2 തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽബാധയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കിൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക. കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക. ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha